കടുത്ത വിമർശനത്തോടെ 2 വ്യക്തികളെ നോമിനേറ്റ് ചെയ്യുകയാണ് ഒനിൽ. അതിലൊന്ന് നമ്മുടെ ലക്ഷ്മിയാണ്. ലക്ഷ്മിയെ പറ്റി ഒനിൽ പറയുന്നത്, ഈ വീട്ടിൽ നിൽക്കാനുള്ള യാതൊരു യോഗ്യതയും ഇല്ലാത്ത ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു കണ്ടസ്റ്റൻ്റാണ് ലക്ഷ്മി എന്നാണ് പറയുന്നത്. കാരണം വന്ന അന്ന് മുതൽ, വൈൽഡ് കാർഡായി വന്ന അന്ന് മുതൽ ഒരു കാര്യത്തിനകത്തും കൃത്യമായ ഒരു ടാസ്ക് ചെയ്യുന്ന കാര്യത്തിനകത്തായാലും, കുക്കിങ്ങിൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ ക്ലീനിങ്ങിൻ്റെ കാര്യത്തിനകത്തായാലും ഒന്നിലും കറക്റ്റായിട്ടുള്ള ഒരു നിലപാടെടുക്കുകയോ അല്ലെങ്കിൽ കറക്റ്റായി ചെയ്യുകയോ ചെയ്യുന്ന ഒരു വ്യക്തിയല്ല ലക്ഷ്മി. അതുകൊണ്ട് ലക്ഷ്മിയാണ് ഒന്നാമത്തെ പേര് പറയുന്നത്. രണ്ടാമതായി പറയുന്നത്, ഇവിടെ ഒരു സേഫ് ഗെയിം കളിച്ച് പോകുന്ന 2 വ്യക്തികളാണ് ആര്യനും ജിസേലും. ആര്യനൊരു നല്ല കണ്ടസ്റ്റൻ്റാണ്. ഈ ജിസേൽ കാരണമാണ് എൻ്റെ ഒരു ബ്രദറിനെ പോലെ ഞാൻ കാണുന്ന ആ ഒരു ആര്യനെ ഇല്ലായ്മ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ജിസേലിന് എന്തുവാ ഗെയിമെന്ന് പോലും അറിയത്തില്ല. ജിസേൽ ഒരു ടാസ്കും ചെയ്യാറില്ല. ജിസേൽ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ആര്യനെ കൊണ്ട് പണിയെടുപ്പിക്കുക എന്നുള്ളതാണ് ജിസേലിൻ്റെ ടാസ്ക്. പ്രേക്ഷകരെ തെറ്റിദ്ധരിപ്പിക്കാനായിട്ട് ഇവർ ലവ് ട്രാക്ക് പിടിക്കുന്ന പോലെ നമുക്ക് തോന്നും. പക്ഷേ ഇവർ എന്താണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നതെന്ന് നമുക്ക് ആർക്കും കണ്ടുപിടിക്കാൻ പറ്റാത്ത കണക്ക് ഇവർ സേഫായിട്ടുള്ള ഗെയിം കളിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന 2 പേരാണ്. ഇപ്പോൾ ഇതിനെതിരെ കടുത്ത വിമർശനം ആര് പറഞ്ഞോ അവരെ ഇവർ വിചാരിച്ചാൽ പുറത്താക്കാൻ പറ്റുമെന്നാണ് ഇവർ പറയുന്ന വാദം. ഇപ്പം അഭിലാഷ് പോയിരിക്കുന്നത് ഇവർക്കെതിരെ സംസാരിച്ചത് കൊണ്ട് മാത്രമാണ് അഭിലാഷ് ഇവിടുന്ന് ഔട്ടായി പോയെന്നാണ് ഇവർ പറയുന്നത്. അങ്ങനെയെങ്കിൽ ഞാൻ ഇവർക്കെതിരെ പറഞ്ഞാൽ എന്നെ ഇവിടുന്ന് ഇവർക്ക് ഔട്ടാക്കാൻ പറ്റുമോ എന്നുള്ളത് എനിക്കറിയാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഇവരുടെ പേര് പറയുന്നത്. എനിക്കിവരുടെ ഈ ഒരു ഗ്രൂപ്പ് കളി ഒട്ടും ഇഷ്ടപ്പെടത്തില്ല. അതുകൊണ്ട് ഞാൻ ജിസേലിൻ്റെ പേരാണ് പറയുന്നത്. ആര്യൻ നല്ലൊരു കണ്ടസ്റ്റൻ്റാണ്. ആര്യനെ ജിസേലിൽ നിന്ന് ദൂരെയാക്കാനായിട്ട് തന്നെയാണ് ജിസേലിൻ്റെ പേര് പറയുന്നതെന്നും ഒനിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് ഒനിൽ നോമിനേറ്റ് ചെയ്യുന്ന 2 പേര്, ഒന്ന് ലക്ഷ്മിയും ഒന്ന് ജിസേലും.